മൗര്യ രാജവംശത്തിനു മുമ്പ് മഗധ ഭരിച്ചിരുന്ന പ്രശസ്തമായ രാജവംശം ഏത്? നന്ദരാജവംശം. നന്ദരാജവംശം സ്ഥാപിച്ചതാര്? മഹാപത്മനന്ദൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ സദസ്സിലുണ്ടായിരുന്ന ഗ്രീക്ക് അംബാസിഡർ ആര്? മെഗസ്തനീസ്. മൗര്യഭരണത്തെക്കുറിച്ച് അറിവ് തരുന്ന പ്രശസ്തമായ ഗ്രന്ഥം ഏത്? ഇൻഡിക്ക. ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്? മെഗസ്തനീസ്. പുരാതന ഇന്ത്യയിൽ കനേഷ് കുമാരി സമ്പ്രദായത്തിന് തുടക്കമിട്ട ഭരണാധികാരി? ചന്ദ്രഗുപ്ത മൗര്യൻ. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരി? മെഗസ്തനീസ്. ചന്ദ്രഗുപ്ത മൗര്യനു ശേഷം അധികാരത്തിൽ വന്നതാര്? ബിന്ദുസാരൻ. ബിന്ദുസാരന്റെ മകനായ ഏറ്റവും പ്രശസ്തനായ മൗര്യ രാജാവ്? അശോകൻ. ദേവനാം പ്രിയ, പ്രിയദർശി രാജ എന്നീ വിശേഷണമുണ്ടായിരുന്ന മൗര്യ രാജാവ് ആര്? അശോകൻ. അശോകൻ കലിംഗ രാജ്യം ആക്രമിച്ചത് എന്ന്? BC 261. ഏറ്റവും ഒടുവിലത്തെ മൗര്യ രാജാവ്? ബൃഹദ്രഥൻ. ഏറ്റവും ഒടുവിലത്തെ മൗര്യ രാജാവ് ബൃഹദ്രഥനെ പരാജയപ്പെടുത്തി സുംഗ രാജവംശം സ്ഥാപിച്ചതാര്? പുഷ്യമിത്ര സുംഗ. കാളിദാസന്റെ മാളവികാഗ്നിമിത്രം നാടകത്തിലെ നായകൻ ആര്? അഗ്നിമിത്രൻ. പുഷ്യമിത്രന്റെ മകൻ. ഇന്ത്യക്ക് പുറത്ത് തലസ്ഥാനവുമായി ഉത്തരേന്ത്യ ഭരിച്ച ഭരണാധികാരി ആര്? കനിഷ്കൻ. ചരകൻ, സുശ്രുതൻ എന്നീ ആയുർവേദ വൈദ്യന്മാർ ജീവിച്ചിരുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? കനിഷ്കൻ. ബുദ്ധചരിതം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? അശ്വഘോഷൻ. ശ്രീബുദ്ധന്റെ രൂപം ആദ്യമായി നാണയങ്ങളിൽ ആലേഖനം ചെയ്ത രാജാവ് ആര്? കനിഷ്കൻ. ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആര്? ശ്രീഗുപ്തൻ.